Hi, good morning dear students. Welcome to the online class. We are going to study the new chapter 11 in the part of the Multi-State Cooperative Societies Act 2002. The chapter 11 deals with the execution of decrees, orders and decision. ഓരോ ചാപ്റ്ററിലും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള അധ്യായങ്ങളെയാണ്, ഓരോ പോയിന്റുകളെയാണ് ഇലാബറേറ്റ് ആയിട്ട് അതിൻ്റെ പ്രൊവിഷൻസുകളിലൂടെ നമ്മൾ പഠിച്ചു പോകുന്നത്. ചാപ്റ്റർ 11 ഇന്ന് പഠിക്കാനുള്ളത് എക്സിക്യൂഷൻ ഓഫ് ഡിസിഷൻ, ഡിക്രീസ് ആൻഡ് ഓർഡേഴ്സ്. അതായത് നമ്മളിപ്പോൾ സെൻട്രൽ രജിസ്ട്രാർ ഏതെങ്കിലും ടൈപ്പുള്ള ഓർഡറുകൾ ഡിക്ലയർ ചെയ്തു, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓർഡറുകൾ ഡിക്ലയർ ചെയ്തു, അല്ലെങ്കിൽ രജിസ്ട്രാർ തന്നെ ഓതറൈസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ എന്തെങ്കിലും ഓർഡറുകളോ അതുപോലെ തന്നെ ഡിസിഷൻസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ എക്സിക്യൂഷൻ ഓഫ് ഡിക്രീസ്, ഓർഡേഴ്സ് ആൻഡ് ഡിസിഷൻസിൽ പറയുന്നത്. അപ്പോൾ ചാപ്റ്റർ 11 ആയിട്ടാണ് നമ്മൾ അതിനെ പറയുന്നത്. നമുക്കറിയാം ഈ ചാപ്റ്ററിൽ ഒരു 15 ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് ആയിട്ടുള്ളൊരു വൈഡ് ആയിട്ടുള്ളൊരു ആക്റ്റാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അതിലിപ്പോൾ 11 പോയിന്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് 94 ആണ്, എക്സിക്യൂഷൻ ഓഫ് ഡിസിഷൻസ്. എന്താണ് ഡിസിഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഏതൊക്കെ ആക്റ്റിൽ വരുന്ന ഡിസിഷൻസുകളെ എക്സിക്യൂട്ട് ചെയ്യണം, അതിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആരുടെ ഓർഡറാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, 94, എവറി ഡിസിഷൻ ഓർ ഓർഡർ മെയ്ഡ് അണ്ടർ സെക്ഷൻ 30, സെക്ഷൻ 40 ആൻഡ് സെക്ഷൻ 83, Section 99 and Section 101 shall on a certificate signed by the registrar. അതായത് ഈ പറയുന്ന സെക്ഷനിലല്ല, അതായത് സെക്ഷൻ 30, സെക്ഷൻ 40, സെക്ഷൻ 83 ആൻഡ് സെക്ഷൻ 99 ആൻഡ് 101 ഇതിൽ പറയുന്ന സെക്ഷൻസുകളെല്ലാം അതിൻ്റെ ആ സെക്ഷനിൽ വരുന്ന ഓർഡറുകൾ, അതുപോലെ തന്നെ ഡിസിഷൻസുകൾ, ഇതൊക്കെ നമ്മൾ രജിസ്ട്രാർ അതിനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കും. അത് ഇംപ്ലിമെൻറ്റേഷനിൽ അത് വന്നിരിക്കണം. അതുപോലെ തന്നെ സെൻട്രൽ രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തികൾ, അതല്ലെങ്കിൽ ഒരു സിവിൽ കോർട്ടിൻ്റെ അണ്ടറിൽ ഒരു ഡിക്രി ആയിട്ട് വന്നു കഴിഞ്ഞാൽ, ഡിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജ്മെൻറ്റ്, ഒഫീഷ്യൽ ഓർഡർ ദാറ്റ് ഹാസ് ദ ഫോഴ്സ് ഓഫ് ലോ. അതായത് ഡിക്രി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, അതൊരു ഓർഡർ തന്നെയാണ്, ജഡ്ജ്മെൻറ്റ് തന്നെയാണ്, ഒഫീഷ്യലായിട്ടുള്ള ഓർഡറാണ്, നിയമപ്രകാരം സാധ്യത ഉള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഡിക്രീസുകളും ഓർഡറുകളായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ അതിനൊരു ഡിസിഷനായിട്ട് തന്നെയാണ് പരിഗണിക്കുക. അപ്പം അങ്ങനെയുള്ള ഡിക്രികളോ ഓർഡറുകളോ ഡിസിഷൻസുകളോ ഒന്നുകിൽ രജിസ്ട്രാർ അല്ലെങ്കിൽ രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന വ്യക്തികൾ, ഇങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായി മാറും, അതിനെ എക്സിക്യൂഷനിലേക്ക് കൊണ്ടുവരണം. മറ്റൊരു പോയിന്റ് ഇതിൽ പറയുന്നത് വേർ ദ ഡിസിഷൻ ഓർ ഓർഡർ പ്രൊവൈഡ്സ് ഫോർ ദി റിക്കവറി ഓഫ് ദി മണി. അതായത് ഇപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് ഏതെങ്കിലും മെമ്പർ അല്ലെങ്കിൽ എംപ്ലോയി അല്ലെങ്കിൽ പാസ്റ്റ് മെമ്പർ, ഡിസീസ്ഡ് മെമ്പർ എന്തെങ്കിലും ഡ്യൂസുകൾ സൊസൈറ്റിയിലേക്ക് കൊടുക്കാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ റിക്കവറിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡിസിഷൻസുകൾ അതെങ്ങനെയാണ് എക്സിക്യൂഷനിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ ആ എക്സിക്യൂഷനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെൻട്രൽ രജിസ്ട്രാർ സൈൻ ചെയ്തത് കൊണ്ടോ ഒരു ഓർഡർ പുറപ്പെടുവിച്ചത് കൊണ്ടോ ആകില്ല. അതിന് പറയുന്ന വേറൊരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is to be executed according to the law for the time being in force as the recovery of the areas of land revenue. അതായത് ലാൻഡ് റവന്യൂ ആക്ട് പ്രകാരം അവിടെ എന്തെങ്കിലും ഏരിയസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ ആ ഏരിയസുകളെ റിക്കവർ ചെയ്യുന്നത്, ആ റിക്കവർ ചെയ്യാനായിട്ടുള്ള റൂൾസുകൾ എന്താണോ ആ റൂൾസുകളാണ് ഇവിടെയും എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്. പറഞ്ഞത് മനസ്സിലായി കാണും. അതായത് സൊസൈറ്റിയിലേക്ക് ഡ്യൂ ആയിട്ടുള്ള എമൗണ്ടുകൾ റിക്കവർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിസിഷൻസുകൾ, ഓർഡേഴ്സുകൾ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി ലാൻഡ് റവന്യൂ ആക്ട് പ്രകാരം, ആ ലാൻഡ് റവന്യൂവിൽ ആ നിയമപ്രകാരം ഏരിയേഴ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ റിക്കവർ ചെയ്യുക, ആ റിക്കവർ ചെയ്യുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ് സംസ് ഡ്യൂസ് ഇൻ ദ
in the case of the multi-state cooperative societies from other person or member or deceased member or past member. ആ ഒരു പ്രൊസീജിയർ ആയിരിക്കും ഇവിടെയും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇത്ര 2 പോയിന്റുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. സെക്ഷൻ 30, സെക്ഷൻ 40, സെക്ഷൻ 90, 83, 90 and 101 ഇതെല്ലാം സെൻട്രൽ രജിസ്ട്രാർ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസുകൾ അവർ പറയുന്നത് പോലെയാണ് ചെയ്യുന്നത്. അതായത് സൊസൈറ്റിയുടെ ഒരു ലിക്വിഡേഷൻ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റിയുടെ അസറ്റ്സുകൾ അറ്റാച്ച് ചെയ്യുന്നതിന്, അതുപോലെ തന്നെ ആ അസറ്റ്സുകൾ സെയിൽ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യുന്നില്ല അറ്റാച്ച് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പല കാര്യങ്ങൾക്കും സെൻട്രൽ രജിസ്ട്രാറോ അല്ലെങ്കിൽ സിവിൽ കോർട്ടോ അവർ പറയുന്ന ആ നിയമപ്രകാരമായിരിക്കും ആ ഓർഡറുകളെ എന്ത് ചെയ്യേണ്ടത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്. റിക്കവറി ഓഫ് മണിയുമായി ബന്ധപ്പെട്ട് വരുന്ന സൊസൈറ്റിയുടെ കേസിൽ അത് ലാൻഡ് റവന്യൂ ഏരിയേഴ്സിനെ എങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത് അതേ നിയമപ്രകാരം തന്നെയാണ് ഡീൽ ചെയ്യേണ്ടത്. ഇപ്പോൾ 94-ൽ നമ്മൾ പഠിക്കേണ്ട പോയിന്റ് ഇതാണ്, എക്സിക്യൂഷൻ ഓഫ് ദി ഡിസിഷൻ. നെക്സ്റ്റ് പറഞ്ഞത് 95 ആണ്, എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ. ലിക്വിഡേറ്ററിൻ്റെ കേസിലും ഇത് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇപ്പോൾ ഇൻസ്പെക്ഷൻ നടന്നു കഴിഞ്ഞാൽ, ഓഡിറ്റ് നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻക്വയറി നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ചിലപ്പോൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ശരിയായിട്ടുള്ള രീതിയിലല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യുക. അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുന്ന ആ പ്രൊസീജിയർ നമ്മൾ പഠിച്ചതാണ്, എന്തിൽ സെക്ഷൻ 90-ൽ പഠിച്ചതാണ്. അതുപോലെ തന്നെ മെജോറിറ്റി ആയിട്ടുള്ള മെമ്പേഴ്സിൻ്റെ താല്പര്യപ്രകാരം അല്ലെങ്കിൽ ബോർഡ് മെമ്പേഴ്സിൻ്റെ ആവശ്യപ്രകാരം, ഇതൊക്കെ ക്രെഡിറ്റേഴ്സിൻ്റെ താല്പര്യപ്രകാരം, ഇതൊക്കെ വൈൻഡപ്പിലേക്ക് ലീഡ് ചെയ്യുന്ന സാധ്യതകളാണ്. അപ്പം അങ്ങനെ ലീഡ് വന്നു കഴിഞ്ഞാൽ സെൻട്രൽ രജിസ്ട്രാർക്ക് ഒരു ലിക്വിഡേറ്റർ എന്ന് പറയുന്ന ഒരാളെ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ട് വൈൻഡപ്പിൻ്റെ പ്രൊസീജിയറുകൾ എടുക്കാവുന്നതാണ്. അപ്പോൾ ആ ലിക്വിഡേറ്റർ ഏതെങ്കിലും ഡിസിഷൻസുകൾ എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ 95 എന്ന് പറയുന്ന പ്രൊവിഷനിൽ പറയുന്നത്. എക്സിക്യൂഷൻ ഓഫ് ഓർഡർ ഓഫ് ലിക്വിഡേറ്ററുടെ ഓർഡർ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലാൻഡ് റവന്യൂ ഏരിയേഴ്സിൽ എങ്ങനെയാണോ ആ ഏരിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ എമൗണ്ട് റിക്കവർ ചെയ്യുന്നത് അതുപോലെ ആയിരിക്കണം ലിക്വിഡേറ്ററുടെ ഓർഡർ പ്രകാരവും എന്ത് ചെയ്യേണ്ടത്, എമൗണ്ട് റിക്കവർ ചെയ്യേണ്ടത്. ഇപ്പോൾ ലിക്വിഡേഷൻ പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഒന്നുകിൽ ഏതെങ്കിലും മെമ്പേഴ്സ് മിസ്അപ്രോപ്രിയേഷൻ ചെയ്തിട്ടുണ്ടാവാം, അസറ്റ്സുകൾ മിസ്യൂസ് ചെയ്തിട്ടുണ്ടാവാം, അതിനെന്തെങ്കിലും വിൽഫുള്ളി അതിനെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഡാമേജ് വരുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ വ്യക്തികളുടെ കയ്യിൽ നിന്ന് നമുക്ക് അതിൻ്റെ കോസ്റ്റോ അല്ലെങ്കിൽ ആ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള എമൗണ്ടോ നമുക്ക് റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിക്വിഡേറ്ററുടെ ഓർഡർ പ്രകാരം അങ്ങനെ നമുക്കതെന്ത് ചെയ്യാം, റിക്കവർ ചെയ്യാം. പക്ഷേ ലാൻഡ് റവന്യൂ ഏരിയേഴ്സിൽ എങ്ങനെയാണോ റിക്കവർ ചെയ്യുന്നത് അതേ പ്രൊസീജിയറിലായിരിക്കണം റിക്കവർ ചെയ്യേണ്ടത്. അതാണ് 95-ൽ പറയുന്ന പോയിന്റ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 96-ലാണ് അറ്റാച്ച്മെൻറ്റ് ബിഫോർ അവാർഡ്. അറ്റാച്ച്മെൻറ്റ് ബിഫോർ അവാർഡ്, അതായത് നമ്മളിപ്പോൾ ഈ ഓർഡറുകൾ ചെയ്യുന്നതിനേക്കാൾ മുമ്പായിട്ട് ഗുഡ്സുകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്താ ഗുഡ്സുകൾ അറ്റാച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, സൊസൈറ്റിയുടെ ഡിസ്പ്യൂട്ട്സുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഡിസ്പ്യൂട്ട്സുകളെ നമുക്ക് ഒരു ആർബിട്രേറ്ററാണ് ഡിസിഷൻസുകൾ കൊണ്ടുവന്ന് ആ ഡിസ്പ്യൂട്ട്സുകളെ സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ റെഫറൻസ് ടു ഡിസ്പ്യൂട്ട് ആർബിട്രേറ്റർ അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ആർബിട്രേറ്ററിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ രജിസ്ട്രാറാണ്. അപ്പോൾ ഈ സെൻട്രൽ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ആർബിട്രേറ്റർക്ക് ഇപ്പം ഇങ്ങനെ ഒരു ഡിസിഷൻസുകൾ തീരുമാനിക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് ഇതിലെന്തെങ്കിലും ഡിസിഷൻസുകൾ ഫോൾട്ടായിട്ടുള്ളതെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസിഷൻസുകൾ ഡിലേ വരുത്തി എന്നുള്ളത് ആർബിട്രേറ്റർക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇനി പറയുന്ന 2 മെത്തേഡുകളിലൂടെ അയാൾക്ക് ആ ഓർഡറുകളെ എന്ത് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാം. അതാണ് പറഞ്ഞത് അറ്റാച്ച്മെൻറ്റ് ബിഫോർ ദി അവാർഡ് വേർ ദ ആർബിട്രേറ്റർ ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് എ പാർട്ടി ടു എനി റെഫറൻസ് മെയ്ഡ് ഹിം under section 84 with the intent to defeat or delay with the execution of any decision that he may be passed any order to dispose the whole or any part of the property
ഇത്രയാണ് പറഞ്ഞത്. ഗുഡ്സുകൾ ആർബിട്രേറ്റർ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഡിസ്പ്യൂട്ട്സുകൾ ആരിലൊക്കെ ഉണ്ടാവാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. മെമ്പറും സൊസൈറ്റിയും തമ്മിലാവാം, പാസ്റ്റ് മെമ്പർ ഓർ ഡിസീസ്ഡ് മെമ്പർ തമ്മിൽ സൊസൈറ്റിക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ എംപ്ലോയിയും സൊസൈറ്റിയും തമ്മിലാവാം, അല്ലെങ്കിൽ സൊസൈറ്റിയും അതർ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റിയും തമ്മിലാവാം, മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റിയും അതേസമയം അതർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ തമ്മിലാവാം. എങ്ങനെ ആയിക്കഴിഞ്ഞാലും ആ എക്സിക്യൂഷനിൽ ആ ഓർഡറിൽ ഡിസ്പ്യൂട്ടുകൾ വന്നതിൻ്റെ ബേസിൽ ആർബിട്രേറ്റർ ഒരു ഡിസിഷൻ കൊണ്ടുവന്നപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡിലേ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് എന്ത് ചെയ്യാം? ഡിസ്പോസ് ദ ഹോൾ ഓർ എനി പാർട്ട് ഓഫ് ദി പ്രോപ്പർട്ടി. സൊസൈറ്റിയുടെ ഈ പറയുന്ന ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ആ കേസിൽ പ്രോപ്പർട്ടി ഒന്നുകിൽ ഹോളായിട്ടോ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ തന്നെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മെമ്പർമാരിൽ നിന്നും അറ്റാച്ച് ചെയ്തിട്ടുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികളാണെങ്കിൽ അങ്ങനെ, അത് ഹോളി അല്ലെങ്കിൽ പാർട്ട്ലി അതെന്ത് ചെയ്യാം? ഡിസ്പോസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അങ്ങനെ അത് ആ ഓർഡറിനെ എക്സിക്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാവുന്നതാണ് റിമൂവ് ദി ഹോൾ ഓർ എനി പാർട്ട് ഓഫ് ദി പ്രോപ്പർട്ടി ഫ്രം ഇറ്റ്സ് എക്സിസ്റ്റിംഗ് പേഴ്സൺ ആൻഡ് ദ ആർബിട്രേറ്റർ മേ adequate security is furnished and direct conditional attachment is said property as it deems necessary. അതായത് ഇനി ഹോളായിട്ടോ പാർട്ട്ലി ആയിട്ടോ അയാൾ ഡിസ്പോസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആർബിട്രേറ്ററുടെ താല്പര്യപ്രകാരം ഒരു കണ്ടീഷണൽ ആയിട്ടുള്ള ഓർഡർ വെച്ചുകൊണ്ട് ആ ഗുഡ്സുകളെ എന്ത് ചെയ്യാം? ഡിസ്പോസ് ചെയ്യാനോ എന്താണോ നെസസറി ആയിട്ട് അവിടെ ചെയ്യാനായിട്ട് പറ്റുന്ന എക്സിക്യൂഷൻ എന്നുണ്ടെങ്കിൽ ആ എക്സിക്യൂഷൻ അദ്ദേഹത്തിന് ചെയ്യാവുന്നതാണ്. ആർബിട്രേറ്ററുടെ കേസിൽ പറയുന്നത്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ദ അറ്റാച്ച്മെൻറ്റ് അണ്ടർ സെക്ഷൻ 1 ഓഫ് ദി മൾട്ടി സ്റ്റേറ്റ് സബ്സെക്ഷൻ 1 ഓഫ് ദി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഷാൽ ബി എക്സിക്യൂട്ടഡ് ബൈ സിവിൽ കോർട്ട് ഹാവിംഗ് ജുറിഡിക്ഷൻ ദ സെയിം വേ ഇൻ ദി അറ്റാച്ച്മെൻറ്റ് ഓർഡർ പാസ്ഡ് ബൈ ഇറ്റ് സെൽഫ്. അതായത് ഇപ്പോൾ ഒരു സിവിൽ കോർട്ടിൽ ഇങ്ങനെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലാത്ത ഏതെങ്കിലും കേസുകൾക്ക് ഇതുപോലെ റിക്കവറി ഓഫ് മണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീഫോൾട്ട് ചെയ്യുന്നതിനോ സിവിൽ കോർട്ടിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കോ ജുറിഡിക്ഷൻ, എന്ത് ഓർഡർ ആയിരിക്കോ വരുന്നത്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയായിരിക്കോ അതേ പ്രൊസീജിയർ തന്നെയാണ് ഈ സബ്സെക്ഷൻ 1 അറ്റാച്ച്മെൻറ്റ് ഓഫ് ദി ഗുഡ്സ് ഓർ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർബിട്രേറ്റർ എടുക്കേണ്ട നടപടിയും. അപ്പോൾ ആർബിട്രേറ്ററുടെ 2 സ്റ്റെപ്സുകളാണ്, അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റെപ്സുകളാണ് 96 പറയുന്നത്. നമ്പർ 1 പറഞ്ഞത് ഒന്നുകിൽ ആർബിട്രേറ്ററുടെ ഓർഡർ അത് ശരിയായിട്ടുള്ള രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തില്ല, ഡിലേ വരുത്തി കഴിഞ്ഞാൽ ഒന്നുകിൽ ഗുഡ്സുകൾ ഹോളായിട്ടോ പ്രോപ്പർട്ടി മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഡിസ്പോസ് ചെയ്യാം. അല്ലെങ്കിൽ അത് മുഴുവനായിട്ടും ഡിസ്പോസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷണൽ ആയിട്ടുള്ള ഓർഡർ വെച്ചുകൊണ്ട് നെസസറി ആയിട്ടുള്ള സ്റ്റെപ്സുകൾ അയാൾക്ക് എടുക്കാവുന്നതാണ്. മറ്റൊരു കേസ് പറഞ്ഞത് സിവിൽ കോർട്ടിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കുമോ ലീഗൽ പ്രൊസീഡിങ്സ് അതേ സിസ്റ്റം തന്നെയാണ് ഒരു ആർബിട്രേറ്റർ ആ ഡിസ്പ്യൂട്ടുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡിസിഷൻസുകൾ സെറ്റിൽ ചെയ്യേണ്ടത്. സിവിൽ കോർട്ടിൻ്റെ അതേ പ്രൊസീജിയറിൽ അതേ സ്റ്റാറ്റസിൽ ലീഗൽ പ്രൊസീഡിങ്സ് എടുക്കാനുള്ള റൈറ്റ് ആർബിട്രേറ്റർക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് സെക്ഷൻ 96 പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് 97 ആണ്. സെൻട്രൽ രജിസ്ട്രാർ ഓർ ആർബിട്രേറ്റർ ഓർ പേഴ്സൺ ഓതറൈസ്ഡ് ടു ബി എ സിവിൽ കോർട്ട് ഫോർ സെർട്ടൈൻ പർപ്പസ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് പറയുന്നത്. ഒരു സിവിൽ കോർട്ടിൽ എങ്ങനെയാണോ ഒരു ഡിസിഷൻസുകൾ എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഡിസ്പ്യൂട്ട് അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലീഗൽ പ്രൊസീഡിങ്സ് ആ ലീഗൽ പ്രൊസീഡിങ്സിൻ്റെ സെയിം മാനർ തന്നെ ആയിരിക്കണം ആർബിട്രേറ്ററും ആ ഒരു ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ സെറ്റിൽ ചെയ്യാനായിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഡിസിഷൻസുകളെ എക്സിക്യൂട്ട് ചെയ്യേണ്ട മാനർ സിവിൽ കോർട്ടിൻ്റെ ലീഗൽ പ്രൊസീഡിങ്സ് പോലെ ആയിരിക്കണം. അപ്പോൾ ഒരു ആർബിട്രേറ്റർക്കും അല്ലെങ്കിൽ സെൻട്രൽ രജിസ്ട്രാർക്ക് അല്ലെങ്കിൽ സെൻട്രൽ രജിസ്ട്രാർ അപ്പോയിൻറ്റ് ചെയ്യുന്ന പേഴ്സൺസുകൾക്ക് ഒരു സിവിൽ കോർട്ടിൻ്റെ സിവിൽ കോർട്ടിൻ്റെ ഒരു സ്റ്റാറ്റസ് ഉണ്ടായിരിക്കും. അവർ ചെയ്യുന്ന ലീഗൽ പ്രൊസീഡിങ്സുകൾ
ചെയ്യാൻ റൈറ്റ് കിട്ടുന്ന ആളുകളാണ് ഒന്നുകിൽ സെൻട്രൽ രജിസ്ട്രാർ, അല്ലെങ്കിൽ ആർബിട്രേറ്റർ, അല്ലെങ്കിൽ ഓതറൈസ്ഡ് പേഴ്സൺ ബൈ അപ്പോയിൻറ്റഡ് ബൈ സെൻട്രൽ രജിസ്ട്രാർ. അപ്പോൾ ഏത് കേസുകളിലാണ് എന്നുള്ളതാണ് 97 സെക്ഷനിൽ പറയുന്നത്. ഫോർ ദ റിക്കവറി ഓഫ് ദി മണി, അതായത് സാധാരണ നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് ഏതെങ്കിലും എംപ്ലോയി, മെമ്പർ, പാസ്റ്റ് മെമ്പർ, ഡിസീസ്ഡ് മെമ്പർ ഡ്യൂസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്യണം? ആ ഡ്യൂസുകൾ റിക്കവർ ചെയ്യണം. അപ്പോൾ ആ റിക്കവർ ചെയ്യാനുള്ള ആക്ട് സിവിൽ കോർട്ടിൽ ചെയ്യുന്നത് പോലെ സെൻട്രൽ രജിസ്ട്രാർക്കും ആർബിട്രേറ്റർക്കും ചെയ്യാം. അല്ലെങ്കിൽ അത് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടി എന്തെല്ലാം സ്റ്റെപ്പുകൾ സ്വീകരിക്കാമോ ആ സ്റ്റെപ്പുകൾ സ്വീകരിക്കാം. അല്ലെങ്കിൽ ഒരു സ്പെഷ്യലായിട്ടുള്ള ഓർഡർ പാസ്സാക്കിക്കൊണ്ട് അതിന് വേണ്ടിയുള്ള ഡിസിഷൻസുകൾ എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ 3 കേസുകൾക്ക് വേണ്ടിയാണ് സിവിൽ കോർട്ടിൻ്റെ അതേ സ്റ്റാറ്റസ് ആർബിട്രേറ്റർ അല്ലെങ്കിൽ രജിസ്ട്രാർക്ക് കിട്ടുന്നത്. ഏതൊക്കെ കേസിനായിരിക്കും? ഒന്ന് മണി റിക്കവർ ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മണി റിക്കവർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിന് സമാനമായിട്ടുള്ള സ്റ്റെപ്സുകൾ, അതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി. അല്ലെങ്കിൽ അതും കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഓർഡർ പാസ്സാക്കിക്കൊണ്ട് ആ മണി റിക്കവർ ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യലായിട്ടുള്ള ഓർഡറുകൾ പാസ്സാക്കിക്കൊണ്ട് ഈ സിവിൽ കോർട്ടിൻ്റെ അതേ നടപടികൾ ആർക്ക് സ്വീകരിക്കാം? ആർബിട്രേറ്റർക്ക് സ്വീകരിക്കാം. അതിനു വേണ്ടി ഒരു റൂൾ പറയുന്നത്, അങ്ങനെ നമുക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിവിൽ കോർട്ടിൻ്റെ അതേ പർപ്പസോടുകൂടെ ഇത് ആക്ട് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്ന സെക്ഷനുകളും ആക്ടുകളും പറയുന്നത് ആർട്ടിക്കിൾ 136 ഓഫ് ദി ഷെഡ്യൂൾ ടു ദ ലിമിറ്റേഷൻ ആക്ട് 1963. 1963 ലിമിറ്റേഷൻ ആക്ടിൻ്റെ ആർട്ടിക്കിൾ 136 ഈ പറയുന്ന പ്രൊവിഷൻ പറയുന്നത്. ദാറ്റ് ഈസ് ദ സെൻട്രൽ രജിസ്ട്രാർ ആൻഡ് ആർബിട്രേറ്റർ ആൻഡ് ഓതറൈസ്ഡ് പേഴ്സൺ മേ ബി ആക്ട് ആസ് എ സിവിൽ കോർട്ട് ഇൻ ദ സ്പെഷ്യൽ കേസസ്. നെക്സ്റ്റ് പറഞ്ഞത് 98 പോയിൻ്റ് ആണ്. റിക്കവറി ഓഫ് സംസ് ഡ്യൂ ടു ദി ഗവൺമെൻറ്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് മെമ്പർമാരോ എംപ്ലോയീസോ പാസ്റ്റ് മെമ്പറോ ഡിസീസ്ഡ് മെമ്പറോ അല്ലെങ്കിൽ സൊസൈറ്റി തന്നെയോ എന്തെങ്കിലും എമൗണ്ട്സുകൾ ഡ്യൂ ഉണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ സെൻട്രൽ ഗവൺമെൻറ്റിനാവാം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാവാം. ഈ 2 കേസുകളിലും ആ ഡ്യൂസ് ആയിട്ടുള്ള എമൗണ്ട് എങ്ങനെയാണ് റിക്കവർ ചെയ്യുന്നത് എന്നുള്ളതാണ് 98 പറയുന്ന പ്രൊവിഷൻ. Provision deals with the 98 about the recovery of sums due to government. ഇപ്പോൾ പറയുന്ന പോയിന്റ് ഇതാണ്. അതായത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഓഫീസറിൽ നിന്ന്, എംപ്ലോയിൽ നിന്ന്, മെമ്പറിൽ നിന്ന്, പാസ്റ്റ് മെമ്പറിൽ നിന്ന്, ഡിസീസ്ഡ് മെമ്പറിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മറ്റൊരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ഏതെങ്കിലും ഡ്യൂസുകൾ കിട്ടാനുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് സെൻട്രൽ ഗവൺമെൻറ്റിനോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് കോസ്റ്റ് അടക്കം അതിനെ റിക്കവർ ചെയ്യുന്നതിന് വേണ്ടി വരുന്ന കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? അത് റിക്കവർ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. അത് സെൻട്രൽ രജിസ്ട്രാറിന് ഒരു സ്പെഷ്യൽ ഓർഡർ ഇറക്കിക്കൊണ്ട് ചെയ്യാവുന്നതാണ്. ആ കേസിലായി കഴിഞ്ഞാലും ഗവൺമെൻറ്റിന് ഇങ്ങനെ പറയുന്ന റിക്കവർ ചെയ്യാനായിട്ട് കഴിഞ്ഞതും ലാൻഡ് റവന്യൂ അരിയേഴ്സ് എങ്ങനെയാണോ റിക്കവർ ചെയ്യുന്നത് ആ ഒരു പ്രിസ്ക്രൈബ്ഡ് മാനറിൽ തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത്. 98 നമ്പർ 1 പ്രൊവിഷൻ ഇതാണ് പറഞ്ഞത്. നമ്പർ 2 പ്രൊവിഷൻ അതിൽ പറയുന്നുണ്ട്. അതായത് സൊസൈറ്റിയിൽ നിന്നും ഗവൺമെൻറ്റിന്, സെൻട്രൽ ഗവൺമെൻറ്റിനൊക്കെ എന്തെങ്കിലും ഡ്യൂസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് റിക്കവർ ചെയ്യുക? റിക്കവർ ചെയ്യാനുള്ള പ്രൊസീജിയർ നമുക്ക് മനസ്സിലായി. ലാൻഡ് റവന്യൂ റിക്കവർ ചെയ്യുന്നത് അരിയേഴ്സിനെ റിക്കവർ ചെയ്യുന്നത് പോലെയാണ്. മറ്റൊരു പ്രൊവിഷൻ പറയുന്നത് അത് ഈ റിക്കവർ ചെയ്യേണ്ടത് ഒന്നുകിൽ മെമ്പറാവാം, അല്ലെങ്കിൽ പാസ്റ്റ് മെമ്പറാവാം, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ അതെന്തായിരിക്കണം? പ്രോപ്പർട്ടി ഓഫ് ദ സൊസൈറ്റിയിൽ നിന്ന് തന്നെ ആയിരിക്കണം. സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ സൊസൈറ്റിയുടെ മെമ്പേഴ്സിൽ തന്നെ, സൊസൈറ്റിയുടെ പ്രോപ്പർട്ടി വെച്ചുകൊണ്ടായിരിക്കണം റിക്കവർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് കേസ് പറയുന്നത് മെമ്പേഴ്സിൻ്റെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നീട് അതിൻ്റെ ലാബിലിറ്റി വരുന്നത് മെമ്പേഴ്സിനാണ്. മെമ്പേഴ്സിൻ്റെ പേഴ്സണലായിട്ടുള്ള പ്രോപ്പർട്ടീസുകളും എന്തിന് ലയബിളായി മാറും? ഫോർ ദ റിക്കവറി ഓഫ് ദി എമൗണ്ട് ടു ദി സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിനോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ
ഡ്യൂ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ മെമ്പേഴ്സ് അല്ലെങ്കിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി തമ്മിലുള്ള ഡ്യൂസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ആ ഡിസ്പ്യൂട്ട്സുകളെ സെറ്റിൽ ചെയ്യാനുള്ള പ്രൊസീജിയർ ലാൻഡ് റവന്യൂ അരിയേഴ്സിന് ഡീൽ ചെയ്യുന്നത് പോലെയാണ്. ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും കിട്ടാനുള്ള എമൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ ആ റിക്കവറിക്ക് വേണ്ടി ആദ്യമായിട്ട് സൊസൈറ്റിയുടെ പ്രോപ്പർട്ടി ആയിരിക്കും അറ്റാച്ച് ചെയ്യുന്നത്, അതായിരിക്കും ലയബിളാകുന്നത്. പിന്നീടായിരിക്കും സൊസൈറ്റിയുടെ മെമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടി ലയബിളായി മാറുന്നത്. അപ്പോൾ പോയിൻറ്റ്സുകൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. നെക്സ്റ്റ് പറയുന്ന പോയിൻ്റ് ചാപ്റ്റർ 12 ആണ്. ചാപ്റ്റർ 12 ഡീൽസ് വിത്ത് അപ്പീൽസ് ആൻഡ് റിവ്യൂ. We have to know about the appeals and review. In the chapter 12, 99 provision deals the appeals. 99 deals with the provision of appeals. What do you mean by appeals and how the appeal is produced against any dispute? നമ്പർ 1 പറയുന്നത്, അതായത് അപ്പീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കേസ് ഫയൽ ചെയ്തു, ആ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു ഓർഡറുകളോ ഡിസിഷൻസുകളോ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഉയർന്ന ലെവലിലുള്ള ആളുകൾക്ക്, കോടതികളിലാണെങ്കിൽ കോടതികളിൽ, ഇപ്പോൾ രജിസ്ട്രാർ ആണെങ്കിൽ രജിസ്ട്രാർ, ആർബിട്രേറ്റർ ആണെങ്കിൽ ആർബിട്രേറ്റർക്ക് അപ്പീൽ നൽകാവുന്നതാണ്. നമ്മൾ എടുത്തിട്ടുള്ള ആ ഓർഡറുകളിൽ നമ്മളല്ല ആ കേസിന് ഡിസ്പ്യൂട്ടിന് സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിലല്ല ഓർഡറോ ഡിസിഷൻസുകളോ വന്നത് എന്നുണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാം? അപ്പീൽ നൽകാവുന്നതാണ്. അപ്പോൾ ഈ അപ്പീൽ നൽകാൻ പാടില്ലാത്ത ചില സിറ്റുവേഷൻസുകളുണ്ട്, ചില ഡിസ്പ്യൂട്ട്സുകളുണ്ട്, ചില കണ്ടീഷൻസുകളുണ്ട്. ആ കണ്ടീഷൻസുകളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന 99-ൽ. An appeal shall lie in this section against an order made by the central registrar under subsection 3 subsection 2 refusing to register a multi-state cooperative society. അതായത് ഇപ്പോൾ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിനൊരു രജിസ്ട്രേഷൻ പ്രൊസീജിയർ നമ്മൾ പഠിച്ചതാണ്. ഇത്ര മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം, അപ്ലിക്കേഷൻ ഫോം ഫോർവേഡ് ചെയ്യണം, അപ്ലിക്കേഷൻ ഫോം ഫോർവേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ സാറ്റിസ്ഫൈ ആകേണ്ട കണ്ടീഷൻസുകളുണ്ട്. അമെൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അമെൻമെൻറ്റ് എങ്ങനെയായിരിക്കണം പ്രിപ്പയർ ചെയ്തിരിക്കേണ്ടത്? അപ്പം അങ്ങനെയുള്ള കുറേ കണ്ടീഷൻസുകൾ ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമേ രജിസ്ട്രേഷൻ എന്താവുള്ളൂ, പോസിബിൾ ആവുള്ളൂ. അപ്പോൾ ഈ രജിസ്ട്രേഷൻസിന് എല്ലാം കണ്ടീഷൻസുകളും ഫുൾഫിൽ ആയി കഴിഞ്ഞാൽ രജിസ്ട്രാർക്ക് അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇനി റെഫ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ സൊസൈറ്റി എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് നമ്മൾ രജിസ്ട്രേഷൻ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ചിട്ടുള്ള പോയിൻറ്റ്സുകളാണ്. പക്ഷേ രജിസ്ട്രാർ ഈ രജിസ്ട്രേഷൻ റെഫ്യൂസ് ചെയ്തു. ആ റെഫ്യൂസ് ചെയ്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സെക്ഷൻ 3യും സെക്ഷൻ 1 ആണ്, സെക്ഷൻ 7 ആണ്. സെക്ഷൻ 7 സബ്സെക്ഷൻ 3 ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ദ രജിസ്ട്രാർ ഈസ് ഡിസൈഡഡ് ടു റെഫ്യൂസ് ദ രജിസ്ട്രേഷൻ, ദർ ഈസ് നോ ചാൻസ് ഫോർ അപ്പീൽ. അങ്ങനെ റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അപ്പീൽ കൊടുക്കാനായിട്ട് പാടില്ല. അതിന് ചോദ്യം ചെയ്യാനായിട്ട് വകുപ്പില്ല എന്നുള്ളതാണ് ഇവിടുത്തെ 99 പ്രൊവിഷനിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന കണ്ടീഷനാണ് an order made by the central registrar under subsection 9 of the section 1 section 11 refusing the amendment of the bylaw. അതായത് നമ്മൾ നേരത്തെ രജിസ്ട്രേഷനെ റെഫ്യൂസ് ചെയ്തതുപോലെ ചില കേസുകളിൽ അമെൻമെൻറ്റ് ചെയ്യാനായിട്ട് ഫോർവേഡ് ചെയ്ത് അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രൽ രജിസ്ട്രാർ അതിനെന്ത് ചെയ്യാം? റെഫ്യൂസ് ചെയ്യാം. അപ്പോൾ ആ റെഫ്യൂസ് ചെയ്ത കേസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെതിരെയും അപ്പീൽ കൊടുക്കാനായിട്ട് പാടില്ല. സെക്ഷൻ 11 സബ്സെക്ഷൻ 9 ആ ഒരു റെഫ്യൂസലിൻ്റെ ഓർഡറിനെ കുറിച്ചാണ് പറയുന്നത്. ഇഫ് ദ സെൻട്രൽ രജിസ്ട്രാർ മേക്സ് എൻ ഓർഡർ അണ്ടർ സബ്സെക്ഷൻ 11 ഓഫ് ദി under subsection 9 of the section 9, the refusing of the amendment, there is no chance for giving, there is no opportunity, there should not be given appeal against this order. സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രൽ രജിസ്ട്രാർ എടുക്കുന്ന ഓർഡറിനെതിരെയും അമെൻമെൻറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഓർഡറിൽ റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെതിരെയും അപ്പീൽ ചെയ്യാനായിട്ട് പാടില്ല. അടുത്ത കേസ് പറയുന്നത് എ ഡിസിഷൻ ഓഫ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി refusing deemed to be refusing a member society under section 25 subsection 4.
അതായത് ഇപ്പോൾ സൊസൈറ്റിയിൽ ആർക്കൊക്കെ മെമ്പേഴ്സ് ആവാം അതിൻ്റെ ക്വാളിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. ആ സൊസൈറ്റിയിൽ രജിസ്റ്റർ ചെയ്യുമ്പോഴും രജിസ്റ്റർ ചെയ്തതിന് ശേഷം മെമ്പറാകാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള നിയമപ്രകാരം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ആരാണ് എന്നുള്ളത് ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അങ്ങനെ മെമ്പർമാരാകാൻ ക്വാളിഫൈഡ് ആണ്, പക്ഷേ അതിനെ റെഫ്യൂസ് ചെയ്തു എന്ന് കഴിഞ്ഞാലും അവിടെയും ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പാടില്ല. ആ സെക്ഷൻ പറയുന്നത് സെക്ഷൻ 25 സബ്സെക്ഷൻ 4 സൊസൈറ്റിയിൽ മെമ്പർമാരാകാൻ അർഹത ഉണ്ടായിരുന്നിട്ടും അത് റെഫ്യൂസ് ചെയ്ത കേസുകളാണ് വന്നതെങ്കിൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ മെമ്പർഷിപ്പിനുള്ള ക്വാളിഫിക്കേഷനെ രജിസ്റ്റർ ചെയ്ത് വന്ന് റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും അവിടെയും എന്ത് ചെയ്യാൻ പാടില്ല, അപ്പീൽ കൊടുക്കാനായിട്ട് പാടില്ല. മറ്റൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ രജിസ്ട്രാറുടെ ഒരു ഓർഡർ തന്നെയാണ്. അതായത് ഇൻസ്പെക്ഷനോ അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള എൻക്വയറികളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര എക്സ്പെൻസ് വന്നു കഴിഞ്ഞാലും ആ കോസ്റ്റുകളെല്ലാം ആരാണോ അതിന് കാരണക്കാരായിട്ടുള്ളത് അല്ലെങ്കിൽ ആരുടെ അപ്പീൽ റിക്വസ്റ്റ് പ്രകാരമാണോ ഇങ്ങനെയുള്ള ഇൻസ്പെക്ഷൻസുകളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അവരിൽ നിന്നാണ് ആ കോസ്റ്റ് എന്ത് ചെയ്യാറ്, റിക്കവർ ചെയ്യാറ്. അപ്പോൾ ആ കോസ്റ്റ് ഇപ്പോൾ മെമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ മെമ്പേഴ്സ് ഇനി ബോർഡും കൂടെ അങ്ങനെയുള്ളൊരു ഇൻസ്പെക്ഷന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സും ഇൻസ്പെക്ഷന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കേസുകളിലെല്ലാം മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും ബോർഡ് മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും കോസ്റ്റിനെ റിക്കവർ ചെയ്യും. അപ്പോൾ എത്ര കോസ്റ്റ് വന്നതെന്നുണ്ടെങ്കിൽ സെൻട്രൽ രജിസ്ട്രാറാണ് അതിനെ ആ കോസ്റ്റിനെ 3 പേർക്കിടയിൽ അപ്പോഷൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ അപ്പോഷൻ ചെയ്ത് വന്നിട്ടുള്ള കോസ്റ്റിനെ കുറിച്ചുള്ളൊരു ഓർഡർ സെൻട്രൽ രജിസ്ട്രാർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെതിരെയും കേസ് ചെയ്യാൻ പാടില്ല, അപ്പീൽ നൽകാനായിട്ട് പാടില്ല. അതാണ് 4th പോയിന്റ്. നെക്സ്റ്റ് പറയുന്ന അപ്പീൽ കൊടുക്കാൻ പാടില്ലാത്തൊരു സിറ്റുവേഷനാണ് എൻ ഓർഡർ മെയ്ഡ് ബൈ ദ സെൻട്രൽ രജിസ്ട്രാർ അണ്ടർ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 83 സബ്സെക്ഷൻ 2ൽ വരുന്ന കേസുകൾക്ക് കൊടുക്കാനായിട്ട് പാടില്ല, അപ്പീൽ കൊടുക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ മറ്റൊരു കേസാണ് പറയുന്നത് സെൻട്രൽ രജിസ്ട്രാർക്ക് നേരിട്ട് ഓർഡർ നൽകിക്കൊണ്ട് ഒരു ഡയറക്ഷനിലൂടെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ വൈൻഡ് അപ്പ് ചെയ്യുന്ന കേസുകളിൽ പല രീതിയിലും വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് ആക്ഷൻസുകൾ മൂവ് ചെയ്യാം. മെമ്പർമാർക്ക് ആവശ്യപ്പെടാം, ബോർഡിന് ആവശ്യപ്പെടാം, ക്രെഡിറ്റേഴ്സിന് ആവശ്യപ്പെടാം, ഓഡിറ്റർക്ക് ഓഡിറ്റ് ചെയ്തതിൻ്റെ ബേസിൽ അങ്ങനെയുള്ള ഒരു കാര്യം രജിസ്ട്രാറിനെ ബോധ്യപ്പെടുത്താം. അപ്പം ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ അല്ലാതെ സെൻട്രൽ രജിസ്ട്രാർ തന്നെ നേരിട്ട് വൈൻഡ് അപ്പ് ചെയ്യാനുള്ളൊരു ഓർഡർ ചെയ്തു കഴിഞ്ഞാലും അതിനെതിരെയും അപ്പീൽ കൊടുക്കാനായിട്ട് പാടില്ല. നെക്സ്റ്റ് പറയുന്നത് ഓർഡർ മെയ്ഡ് ബൈ ദ ലിക്വിഡേറ്റർ ഓഫ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി അണ്ടർ സെക്ഷൻ 90. സെക്ഷൻ 90ൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ലിക്വിഡേറ്ററുടെ ഒരു ഓർഡറിനെ കുറിച്ച് വന്നു കഴിഞ്ഞാലും ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യുന്ന പ്രൊസീജിയറിലേക്കാണ്. അപ്പോൾ ലിക്വിഡേറ്റർ ഓർഡർ കൊണ്ടുവന്നു. അപ്പോൾ ആ ഓർഡർ ചിലപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ മെമ്പേഴ്സിനോട് മറ്റെന്തെങ്കിലും ചോദിച്ചിട്ടായിരിക്കാം. അപ്പം അങ്ങനെയുള്ള കേസുകളിലും അയാൾ കൊണ്ടുവന്നിട്ടുള്ള ഓർഡറിനെതിരെയും അപ്പീൽ കൊടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇത്രയും പോയിന്റ്സുകളാണ് അപ്പീൽ കൊടുക്കാനായിട്ട് പാടില്ല, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യരുതെന്ന് പറയുന്ന പ്രൊവിഷൻസുകൾ. ഒന്ന്, സെൻട്രൽ രജിസ്ട്രാർ രജിസ്ട്രേഷൻ റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. മറ്റൊരെണ്ണം, സെൻട്രൽ രജിസ്ട്രാർ ബൈലോ അമെൻമെൻറ്റ് ചെയ്യുന്നത് റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. മറ്റൊരു കേസ്, ക്വാളിഫൈഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു ക്വാളിഫിക്കേഷനെ റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. നെക്സ്റ്റ് പറയുന്നത് ലിക്വിഡേഷൻ പ്രൊസീജിയറിൻ്റെ കേസിൽ ലിക്വിഡേറ്റർ കൊണ്ടുവന്നിട്ടുള്ള ഓർഡർ. മറ്റൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന കോസ്റ്റിനെ അപ്പോഷൻ ചെയ്യാനായിട്ട് ഓർഡർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, രജിസ്ട്രാർ തന്നെ ഓർഡർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ. ഇങ്ങനെയുള്ള കേസുകളിൽ കൂടാതെ പറയുന്നൊരു സെക്ഷൻ 83 സബ്സെക്ഷൻ 2ൽ കൊണ്ടുവന്നുള്ള ഓർഡർ, ഇതിനെതിരെയും ഒന്നും എന്ത് കൊടുക്കാനായിട്ട് പാടില്ല, അപ്പീൽ കൊടുക്കാനായിട്ട് പാടില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് 99 പറയുന്ന മറ്റൊരു പ്രൊവിഷനാണ് ആൻ അപ്പീൽ against any decision or order subsection 1 shall be made within 60 days from the date of the decision or order to be prescribed appellate authority. ഇനി നമുക്ക് എന്തെങ്കിലും ഇതുപോലുള്ള അപ്പീൽ കൊടുക്കുകയാണെങ്കിൽ അപ്പീൽ കൊടുക്കേണ്ടതിൻ്റെ ടൈം ലിമിറ്റാണ് പറയുന്നത്. നമ്മൾ അപ്പീൽ കൊടുക്കുന്നത് അതിൻ്റെ ഒരു അപ്പലേറ്റ് അതോറിറ്റി ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ഡിസ്ട്രിക്ട് ലെവലിലാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് ലെവലിലെ ഫോറത്തിലായിരിക്കും കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ലിക്വിഡേറ്റ്
ലിക്വിഡേറ്റർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ ലിക്വിഡേറ്ററിൻ്റെ പുറമെ സെൻട്രൽ രജിസ്ട്രാർക്കായിരിക്കും അപ്പീൽ കൊടുക്കുന്നത്. അപ്പോൾ ഏതാണോ അപ്പലറ്റ് അതോറിറ്റി എന്നുണ്ടെങ്കിൽ ആ അപ്പലറ്റ് അതോറിറ്റിക്ക് എന്നാണ് ഈ കേസ് ഫയൽ ചെയ്യേണ്ടത്, അപ്പീൽ കൊടുക്കാനുള്ള ഡേറ്റ് പറയുന്നുണ്ട്. നമുക്കൊരു ഡിസിഷൻ കിട്ടി അല്ലെങ്കിൽ ഒരു ഓർഡർ വന്നു, ആ ഡേറ്റ് മുതൽ വിതിൻ 60 ഡേയ്സിനുള്ളിൽ അപ്പീൽ കൊടുക്കാനുള്ള പ്രൊസീജിയേഴ്സുകൾ എടുത്തിരിക്കണം. അപ്പലറ്റ് അതോറിറ്റിക്ക് ആ ഒരു അപ്പീൽ കൊടുക്കേണ്ട ഡേറ്റ് ഫ്രം ദി ഡേറ്റ് ഓഫ് ദി ഡിസിഷൻ ടേക്സ് പ്ലേസ് വിതിൻ 60 ഡേയ്സ് ആണ്. എന്നാണോ ഡിസിഷൻ വന്നിട്ടുള്ളത് ആ ഡിസിഷൻ വന്നത് മുതൽ 60 ഡേയ്സിനുള്ളിലാണ് അപ്പീൽ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് the appellate authority may it is satisfied that the appellant was sufficient cause from the preferring appeal within the period of 60 days admit appeal within such limited period the authority may deem fit. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് പറയുന്നത്. 60 ദിവസത്തിനുള്ളിൽ അത് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പലറ്റ് അതോറിറ്റിക്ക് അത് സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ള കംപ്ലൈനൻ്റ് അല്ലെങ്കിൽ അപ്ലിക്കൻറ്റിന് ശരിയായിട്ടുള്ള നീതി കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ആ നീതി കിട്ടിയതിൽ റെഫ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതിയൊരു അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളത് അപ്പലറ്റ് അതോറിറ്റിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ അപ്പീൽ എന്ത് ചെയ്യാവുന്നതാണ്, ആക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഡിസ്പോസിങ് ആൻ അപ്പീൽ അണ്ടർ ദി സെക്ഷൻ ദി അപ്പലറ്റ് അതോറിറ്റി മേ ആഫ്റ്റർ ഗിവിംഗ് പാർട്ടീസ് എ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് മേക്കിംഗ് ദയർ പ്രസൻറ്റേഷൻ പാസ് സച്ച് ഓർഡർ ദർ ഓൺ. അതായത് ഇപ്പോൾ ഒരു അപ്പലറ്റ് അതോറിറ്റിക്ക് പുതിയ ഒരു അപ്പീൽ കിട്ടിക്കഴിഞ്ഞാൽ ആ അപ്പീലിന് പുതിയ തീരുമാനം ഈ അതോറിറ്റി പ്രൊവൈഡ് ചെയ്യണം. ആ അതോറിറ്റിയുടെ തീരുമാനം ഫൈനൽ ഡിസിഷൻ ആയിരിക്കും, അന്തിമ തീരുമാനമായിരിക്കും. ഇനി അതിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട് കഴിയില്ല. അപ്പോൾ അപ്പലറ്റ് അതോറിറ്റി ഇങ്ങനെയുള്ള ഒരു അവസരം വന്നു കഴിഞ്ഞാൽ അതെന്തുകൊണ്ടാണ് എന്നുള്ളത് അന്വേഷണം നടത്തുകയും റീസണബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കൊടുത്തുകൊണ്ട് അതിലുള്ളൊരു അവസരം നൽകിക്കൊണ്ട് അതിനൊരു എക്സ്പ്ലനേഷൻ ആവശ്യപ്പെടാവുന്നതും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് ദ ഡിസിഷൻ ഓർ ഓർഡർ ഓഫ് ദി അപ്പലറ്റ് അതോറിറ്റി വിൽ ബി ഫൈനൽ. അപ്പലറ്റ് അതോറിറ്റിക്ക് ഈ പറയുന്ന കണ്ടീഷൻസുകൾ അപ്പലൻ്റ് അല്ലെങ്കിൽ കംപ്ലൈനൻ്റ് നൽകിയിട്ടുള്ള കംപ്ലൈൻറ്റിൽ എന്തെങ്കിലും സാറ്റിസ്ഫാക്ഷൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിന് റീസണബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നൽകിക്കൊണ്ട് ഇൻഫർമേഷൻ സീക്ക് ചെയ്യാവുന്നതാണ്. ഇനി എടുക്കുന്ന ഫൈനൽ ഡിസിഷനായിരിക്കും ലാസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പലറ്റ് അതോറിറ്റി എടുക്കുന്ന എല്ലാ ഡിസിഷൻസുകളും ഫൈനൽ ഡിസിഷനായിരിക്കും. ഇതാണ് നമുക്ക് 99 അപ്പീൽ എന്ന് പറയുന്ന പോയിന്റിൽ പഠിക്കാനുള്ളത്. എന്തിനൊക്കെ വേണ്ടി അപ്പീൽ കൊടുക്കാം, ഏതിനൊക്കെയാണ് കൊടുക്കാനായിട്ട് കഴിയാത്തത്, കൂടാതെ എത്ര ടൈമിനുള്ളിൽ അപ്പീൽ പ്രൊവൈഡ് ചെയ്യണം, അപ്പീൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പലറ്റ് അതോറിറ്റി എങ്ങനെയാണ് അതിനെ ഫോർവേഡ് ചെയ്യേണ്ടത്, ഇത്രയും പോയിന്റ്സുകൾ 99 എന്ന് പറയുന്ന പ്രൊവിഷനിൽ പറഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് നോ അപ്പീൽ ഇൻ സെർട്ടൈൻ കേസസ് ഇറ്റ് ഡീൽസ് വിത്ത് 100. പ്രൊവിഷൻ 100ൽ പറയുന്നത് നോ അപ്പീൽ ഇൻ സെർട്ടൈൻ കേസസ്. ചില കേസുകളിൽ അപ്പീൽ കൊടുക്കാനേ പാടില്ല. കാരണം അതെന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് ബാങ്കുകൾ, ഇപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മെമ്പർമാരോ അല്ലെങ്കിൽ ബോർഡോ സെൻട്രൽ രജിസ്ട്രാറോ തീരുമാനിച്ചു കഴിഞ്ഞാലായിട്ട് കഴിയില്ല. അതിനുവേണ്ടി റിട്ടേൺ ആയിട്ടുള്ള പെർമിഷൻ റിസർവ് ബാങ്കിൽ നിന്ന് തന്നെ കിട്ടിയിരിക്കണം. അപ്പോൾ ആ സാങ്ഷനോട് കൂടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റിട്ടേൺ ആയിട്ടുള്ള സാങ്ഷൻ റിസർവ് ബാങ്കിന് ഈ സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ് സാറ്റിസ്ഫൈഡ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് പാടില്ല, അപ്പീൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടില്ല. അതിന് അപ്പീൽ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു അപ്പലറ്റ് അതോറിറ്റി അതിനെ റിവ്യൂ ചെയ്യുക എന്ന് പറയുന്ന കേസ് അവിടെ ഇല്ല. അപ്പോൾ ഫൈനൽ അതോറിറ്റി അവിടെ റിസർവ് ബാങ്ക് തന്നെയാണ്. റിസർവ് ബാങ്കിൽ നിന്നും ഒരു റിട്ടേൺ സാങ്ഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെൻട്രൽ രജിസ്ട്രാർക്ക് പോലും റൈറ്റ് ഉള്ളൂ. അതുകൊണ്ട് അവിടെ ഈ റിസർവ് ബാങ്കിൻ്റെ ഒരു ഡിസിഷൻ വന്നു കഴിഞ്ഞാൽ അതിനെതിരെ കേസ് ഫയൽ ചെയ്യാൻ, അപ്പീൽ ഫയൽ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ദാറ്റ് ഈസ് ഡീൽസ് ഇൻ 100, പ്രൊവിഷൻ 100, നോ അപ്പീൽ ഇൻ സെർട്ടൈൻ കേസസ്. നെക്സ്റ്റ് 101 ഡീൽസ് വിത്ത് ദ റിവ്യൂ ഓഫ് ദി
ഓഫ് ദി സം അപ്പീൽസ്. അതായത് അപ്പലറ്റ് അതോറിറ്റിയിലേക്ക് ഇതുപോലുള്ള ഏതെങ്കിലും കംപ്ലൈൻറ്റുകൾ വരികയാണ് എന്നുണ്ടെങ്കിൽ അതിനുള്ള ഡിസിഷൻസുകളൊക്കെ എടുക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് ഒരു റിവ്യൂ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ പുതിയൊരു ഡിസിഷൻസുകളൊക്കെ എടുക്കുമ്പോൾ ആ പഴയ ഡിസിഷൻസുകൾ അങ്ങനെ വരാനുള്ള കാരണം അതിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ വെച്ചുകൊണ്ടായിരിക്കണം പുതിയ ഡിസിഷൻസുകൾ എടുക്കേണ്ടത്. അപ്പോൾ ആ സൊസൈറ്റി, ഇപ്പോൾ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കേസുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന കേസുകളാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ, അതിനെക്കുറിച്ച് ഒരു റിവ്യൂ നടത്തിക്കൊണ്ടായിരിക്കണം ആ ഒരു സർക്കംസ്റ്റൻസിൽ എന്തുകൊണ്ട് ആ ഡിസിഷൻ വന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് റിവ്യൂ ചെയ്യണം എന്നുള്ളതാണ് ഈ പ്രൊവിഷനിൽ പറയുന്നത്. ഇനി അടുത്ത പ്രൊവിഷനിൽ പറയുന്നത് an application for review under subsection 1 of the Multi-State Cooperative Societies Act by any party shall be made within 30 days from the date of communication of the order of the appellate authority sought to be reviewed. അപ്ലിക്കേഷൻ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂ ചെയ്തതിൻ്റെ ഇൻഫർമേഷൻ ആ സ്പെസിഫൈഡ് ആയിട്ടുള്ള പാർട്ടീസുകൾക്ക് വിതിൻ 30 ഡേയ്സിനുള്ളിൽ പ്രൊവൈഡ് ചെയ്യുകയും വേണം. അതായത് റിവ്യൂ ചെയ്യുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്, പുതിയൊരു ഡിസിഷൻസുകൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത്, ഒരു മാറ്റങ്ങൾക്ക് സാധ്യത ഉണ്ടോ എന്ന് അറിയാനുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 30 ദിവസത്തിനകം ആ പാർട്ടിയെ ഇൻഫോം ചെയ്തിരിക്കണം എന്ന് പറയുന്ന ഒരു ഡ്യൂട്ടി ആർക്കുണ്ട്, അപ്പലറ്റ് അതോറിറ്റിക്ക് ഉണ്ട്. അപ്പോൾ അപ്പലറ്റ് അതോറിറ്റി അങ്ങനെയുള്ളൊരു ഓർഡർ കൊണ്ടുവരുന്നതിന് മുമ്പ് ആ ഇൻഫർമേഷൻസുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് 101 പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇൻ്റർലൊക്യൂട്ടറി ഓർഡറാണ് 102 എന്ന് പറയുന്ന പ്രൊവിഷനിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഏതെങ്കിലും ഒരു കേസുകൾ ഡിസ്പ്യൂട്ട്സുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഡിസ്പ്യൂട്ട്സുകളെ സെറ്റിൽ ചെയ്യാൻ ആർബിട്രേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാം. അപ്പോൾ ആർബിട്രേറ്ററുടെയും ഡിസിഷൻസുകൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ അതിനെ ഒരു അപ്പീൽ പ്രൊവൈഡ് ചെയ്യാം. അപ്പം അങ്ങനെ അപ്പീൽ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കേസുകളിൽ ഇപ്പോൾ അപ്പലറ്റ് അതോറിറ്റീസുകളൊക്കെ ാണ് അപ്പീൽ കൊടുത്തതെങ്കിൽ അപ്പലറ്റ് അതോറിറ്റീസുകൾക്ക് ഇൻ്റർലൊക്യൂട്ടറി ഓർഡേഴ്സുകൾ എന്ത് ചെയ്യാവുന്നതാണ്, ഇഷ്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറയും സ്റ്റേ ഓർഡേഴ്സ് എന്നൊക്കെ പറയും, ഇൻജങ്ഷൻ ഓർഡർ എന്നൊക്കെ പറയും. കോടതി വിധി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തീരുമാനങ്ങളുണ്ടെങ്കിൽ അതിപ്പോൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിന് വേണ്ടി. കാരണം അതിൽ വരുന്ന പാർട്ടീസുകൾക്ക് ഫേവറബിളായിട്ടുള്ള ഇക്വിറ്റബിളായിട്ടുള്ള ജസ്റ്റിസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ ആ നീതി നിർവഹിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ഒരു തീരുമാനം, പുതിയൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി പഴയ ഓർഡറുകളെ എന്ത് ചെയ്യാം, സ്റ്റേ ചെയ്യാം. അത് താൽക്കാലികമായിട്ട് ഇപ്പോൾ നിർത്താനായിട്ട് ആവശ്യപ്പെടാം. അപ്പം അങ്ങനെയുള്ള ഒരു ഓർഡർ അടക്കമുള്ള ഇൻ്റർലൊക്യൂട്ടറി ഓർഡറുകൾ ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഈ പറയുന്ന അപ്പലറ്റ് അതോറിറ്റിക്ക് ഉണ്ട്. ഈ അതോറിറ്റിയുടെ ഇൻ്റർലൊക്യൂട്ടറി ഓർഡറിനെ കുറിച്ചുള്ള ഒരു പ്രൊവിഷനാണ് 102 പറയുന്നത്. അണ്ടർ സെക്ഷൻ 99, the appellate authority may, in order to prevent the ends of justice being defeated, make such an interlocutory order including an order of stay pending decision to the appeal as such the authority may deemed fit. അപ്പലറ്റ് അതോറിറ്റിക്ക് കിട്ടിയിട്ടുള്ള ഏതെങ്കിലും അപ്പീലുകളിൽ അവർക്ക് സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അതിലുള്ള പാർട്ടീസുകൾക്ക് നിയമാനുസൃതമായിട്ടുള്ള നീതി കിട്ടിയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ, നിയമവിരുദ്ധമായിട്ടാണ് അതിൽ ഡിസിഷൻസുകൾ വന്നിട്ടുള്ളതെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർലൊക്യൂട്ടറി ഓർഡർ, അതായത് ആ ഒരു ഓർഡറിനെ, നിലവിൽ വന്ന ഓർഡറിനെ പെൻഡിങ് ചെയ്യുക എന്ന് പറയുന്ന ഓർഡർ ഉൾപ്പെടെയുള്ള ഓർഡറുകൾ അപ്പലറ്റ് അതോറിറ്റിക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇഷ്യൂ ചെയ്യാവുന്നതാണ്. ഈ പോയിൻ്റാണ് നമ്മൾ ഇവിടുത്തെ ഇൻ്റർലൊക്യൂട്ടറി ഓർഡറിൽ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററാണ് ചാപ്റ്റർ 13. ചാപ്റ്റർ 13 പറയുന്നത് സൊസൈറ്റീസ് which become multi-state cooperative societies consequent on reorganization of the state. അതായത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ മെയിൻ ഫീച്ചർ തന്നെ എന്താണ്, ഇപ്പോൾ ഒരു സ്റ്റേറ്റിലുള്ള സൊസൈറ്റികൾക്ക് മാത്രമല്ല, മോർ ദാൻ വൺ സ്റ്റേറ്റിൽ നിലവിൽ വന്നിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ബാധകമായിട്ടുള്ള റൂളുകളാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അപ്പോൾ ഏതെങ്കിലും സെർട്ടൻ സിറ്റുവേഷൻസുകളിൽ ഒരു സ്റ്റേറ്റിനെ ഓർഗനൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ റീഓർഗനൈസ് ചെയ്യുന്ന പക്ഷം
നിലവിലുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്തായിരിക്കണം, ആ സൊസൈറ്റിയും റീഓർഗനൈസ് ചെയ്യുമോ എന്നുള്ളതാണ് ചാപ്റ്റർ 13 സൊസൈറ്റീസ് വിച്ച് ബിക്കം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കോൺസിക്വൻറ്റ് ഓൺ റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സ്റ്റേറ്റ് റീഓർഗനൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരം 1956 റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരം അതിൻ്റെ പാർട്ട് 2 പ്രൊവിഷൻസുകൾ പറയുന്നുണ്ട്. പാർട്ട് 2 പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും സ്റ്റേറ്റുകൾ റീഓർഗനൈസ് ചെയ്തു എന്നുണ്ടെങ്കിൽ ആ റീഓർഗനൈസ് ചെയ്ത സ്റ്റേറ്റുകൾ, ആ സ്റ്റേറ്റുകളിൽ വരുന്ന ഏതെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റി റീഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് എങ്ങനെയായിരുന്നോ ആ ഒരു കൺസെപ്റ്റ് മാറി റീഓർഗനൈസ് ചെയ്തതിന് ശേഷം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ റൂളുകളും അതുപോലെ തന്നെ അതിൻ്റെ പ്രൊവിഷൻസുകളായിരിക്കും അതിന് അപ്ലിക്കബിൾ ആകുന്നത്. അത് മാത്രമല്ല ബൈലോസുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതും അമെൻമെൻറ്റ് ചെയ്തുകൊണ്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ ഉള്ള ബൈലോയിലും നിയമത്തിനും വിധേയമായിരിക്കും എന്നുള്ളതാണ് 103 പറയുന്നത്. ഇത്രേ ചുരുക്കത്തിൽ പറയാനുള്ളൂ. ഒരു സ്റ്റേറ്റിനെ റീഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിനെ റീഓർഗനൈസ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു സൊസൈറ്റി അവിടെ നിലവിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ റീഓർഗനൈസ് ചെയ്തതിന് ശേഷം നമ്മുടെ സൊസൈറ്റിയും എന്തായി മാറും, പുതിയ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ റൂൾസുകളിലും പ്രൊവിഷൻസുകളിലും വരുന്ന സൊസൈറ്റി ആയിട്ട് മാറും എന്നുള്ളതാണ് ഈ പറയുന്ന 103 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ചാപ്റ്റർ 14 ആണ്, ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആക്ടുകൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിനൊക്കെ പറയുന്ന പേരാണ് ഒഫൻസ്. ലീഗലല്ലാത്ത രീതിയിൽ, നിയമാനുസൃതമല്ലാത്ത രീതിയിൽ അവരുടെ കൃത്യനിർവഹണങ്ങളിൽ എന്തെങ്കിലും അപാകതകളൊക്കെ വരുത്തുക, നിയമത്തിന് അനുശാസിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനെല്ലാം പറയുന്നതാണ് ഒഫൻസുകൾ. അപ്പോൾ ആ ഒഫൻസുകളും വന്നു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യണം, അതൊക്കെ പനിഷബിൾ ആണ്. അപ്പോൾ ആ പനിഷ്മെൻറ്റ് ഒന്നുകിൽ ഇംപ്രിസൺമെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫൈനോട് കൂടെയുള്ള പനിഷ്മെൻ്റ് ആയിരിക്കാം. അപ്പോൾ ആ പനിഷ്മെൻറ്റുകളെക്കുറിച്ചും ആ പെനാൽറ്റികളെക്കുറിച്ചും എന്തൊക്കെയാണ് ഒഫൻസ് എന്നുള്ളതിനെ കുറിച്ചുമാണ് ചാപ്റ്റർ 14 പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചാപ്റ്റർ 12 കൂടാതെ ചാപ്റ്റർ 13 പറഞ്ഞു. ചാപ്റ്റർ 13 റീഓർഗനൈസേഷൻ ഓഫ് ദി സ്റ്റേറ്റിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ചാപ്റ്റർ 14 പറയുന്നത് ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് ആണ്. എന്തൊക്കെ ഒഫൻസുകളാണ് ഈ ആക്ടിൻ്റെ പ്രൊവിഷനിൽ ഉൾപ്പെടുന്നത് എന്നുള്ളതാണ്. അതായത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം ഒരു ഓഫീസറോ അല്ലെങ്കിൽ ഒരു മെമ്പറോ അല്ലെങ്കിൽ എംപ്ലോയീസുകളോ വിൽഫുള്ളി അവരെന്ത് ചെയ്യുകയാണ്, എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുക, അല്ലെങ്കിൽ റിട്ടേൺസുകൾ സബ്മിറ്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഫോൾസിഫൈ ആയിട്ട് സബ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫോൾസ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസുകൾ ഫർണിഷ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസൊബീഡിയൻസുകളായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും നിയമപ്രകാരമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ ആ സമ്മൻസുകളൊക്കെ ഡിലേ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനെല്ലാം ഒഫൻസുകളായിട്ടാണ് ഈ എംപ്ലോയീസോ അല്ലെങ്കിൽ മെമ്പേഴ്സോ ചെയ്യുന്ന ഇങ്ങനെയുള്ള ആക്ടുകളെ ഒഫൻസുകളായിട്ട് പരിഗണിക്കപ്പെടുകയും അവർക്ക് പനിഷ്മെൻറ്റ് അവൈലബിൾ ആകുകയും ചെയ്യും. ആ പനിഷബിൾ ആകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് ലെസ് ദെൻ, ഫൈനോട് കൂടെയുള്ള പനിഷ്മെൻ്റ് ആണ് അവർക്ക് കിട്ടുന്നത്. നോട്ട് ലെസ് ദെൻ 2000 rupees വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 10,000 rupees. 2000 രൂപ മുതൽ 10,000 രൂപ വരെ ഫൈനാകുന്ന രീതിയിലുള്ള പെനാൽറ്റികളായിരിക്കാം ഇത്തരത്തിലുള്ള ഒഫൻസുകൾക്ക് കിട്ടുന്നത്. മെമ്പറോ അല്ലെങ്കിൽ എംപ്ലോയീസോ അല്ലെങ്കിൽ ഓഫീസേഴ്സോ സൊസൈറ്റി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി വേറൊരു സൊസൈറ്റിയിൽ മെമ്പറാണെങ്കിൽ ആ സൊസൈറ്റിയോ വിൽഫുള്ളി എന്ത് ചെയ്യാണ്, ഏതെങ്കിലും റെക്കോർഡ്സുകൾ ഫോൾസിഫൈ ആയിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോൾസിഫൈ ആയിട്ടുള്ള ഇൻഫർമേഷൻസുകൾ ഫർണിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മനഃപൂർവ്വം ഡിസൊബീഡിയൻ്റായി മാറുക, മനഃപൂർവ്വമായിട്ടുള്ള ഡിലേയിൻസുകളൊക്കെ വരുത്തി കഴിഞ്ഞാൽ അവർക്ക് 2000 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള പനിഷ്മെൻറ്റ്, ഫൈൻ വരാനുള്ള പനിഷ്മെൻ്റ് ആയിരിക്കും കിട്ടുന്നത്. നെക്സ്റ്റ് പറയുന്നത് എൻ എംപ്ലോയർ who
without sufficient cause fails to pay the multi-state cooperative societies under section 60. അത് സെക്ഷൻ 60 ഈ ആക്ട് പ്രകാരം പറയുന്നത് ഇപ്പോൾ സൊസൈറ്റിയിലുള്ള എംപ്ലോയീസുകൾക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡ്യൂസുകളൊക്കെ സൊസൈറ്റിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സൊസൈറ്റിയിൽ നിന്നും ഗുഡ്സുകൾ കടമായി വാങ്ങി, അപ്പം അങ്ങനെയുള്ള എംപ്ലോയർ ആണ് എന്നുണ്ടെങ്കിൽ ആ എംപ്ലോയി ആണ് എന്നുണ്ടെങ്കിൽ എംപ്ലോയിയുടെ സാലറി കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്നും ആ എമൗണ്ട് എന്ത് ചെയ്യാവുന്നതാണ്, റീഫണ്ട് ചെയ്യാം, ഡിസ്ബേഴ്സ് ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് തിരിച്ചു കൊടുക്കാൻ എംപ്ലോയി ബാധ്യസ്ഥനാണ്. അപ്പോൾ ആ എംപ്ലോയി അത് കൊടുക്കുന്നതിൽ ആ ലയബിലിറ്റിയിൽ എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടായി എന്നുണ്ടെങ്കിൽ ആ കേസിലും അയാൾ ഒരു ഒഫൻസായിട്ടാണ് പറയുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത്. അദ്ദേഹത്തിനും ഒരു പനിഷ്മെൻറ്റ് കിട്ടും, ഫൈനോടുകൂടെയുള്ള പനിഷ്മെൻറ്റാണ്. അത് എത്ര രൂപ മുതലാണ്? 5000 രൂപ വരയ്ക്കുള്ള പനിഷ്മെൻറ്റാണ് കിട്ടുന്നത്. 5000 റുപ്പീസ് വരെയുള്ള ഫൈൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഒഫൻസാണ് ഈ മനഃപൂർവ്വമായിട്ടുള്ള ഡിലേ ഇൻ ഡിഡക്റ്റിംഗ് ദ എമൗണ്ട് ഫ്രം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിച്ച് ദ എംപ്ലോയർ ഹു ഓസ് ടു സൊസൈറ്റി ദ എമൗണ്ട് ഈസ് നോട്ട് ഗിവൺ ഫ്രം ദ റീസണബിൾ വിതിൻ ദ റീസണബിൾ ടൈം. എംപ്ലോയി ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി എമൗണ്ട് കടമായി വാങ്ങിക്കുകയോ ഗുഡ്സുകൾ കടമായി വാങ്ങിക്കുകയോ ചെയ്യുകയാണെങ്കിൽ എംപ്ലോയിയുടെ സാലറിയിൽ നിന്നും അത് ഡിഡക്റ്റ് ചെയ്യാമെന്ന് പറയുന്നൊരു പ്രൊവിഷനാണ് സെക്ഷൻ 60. ആ സെക്ഷൻ 60 റൂൾസിന് വിരുദ്ധമായിട്ട് എംപ്ലോയി പ്രവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ കേസ് ഒഫൻസായിട്ട് അത് ഡിക്ലെയർ ചെയ്യും. ആ ഒഫൻസിനുള്ള പെനാൽറ്റിയാണ് പറയുന്നത് അപ് ടു 50,000. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത പ്രൊവിഷൻ പറയുന്നത് an officer or custodian who willfully fails to hand over custody of the records, books, accounts, documents, records, cash, security and other property he is then to an entitled to receive shall be punishable with fine may extend to 1,000 rupees etc. അതായത് സൊസൈറ്റിയുടെ പൊതുവായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ള എംപ്ലോയീസും അതുപോലെ തന്നെ ഓഫീസേഴ്സും. അപ്പോൾ ഓഫീസേഴ്സിൽ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ അതിൻ്റെ കസ്റ്റഡി അവരുടെ കയ്യിലാണ്, കൺട്രോളിങ് അവരുടെ കയ്യിലാണ്. അതുപോലെ തന്നെ പ്രോപ്പർട്ടീസുകൾ, ക്യാഷ്, റെക്കോർഡ്സ്, ഡോക്യുമെൻറ്റ്സുകൾ, ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ ഇതെല്ലാം യഥാർത്ഥ സമയം സൂക്ഷിക്കേണ്ടതും അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ഈ വ്യക്തികളാണ്. അത് നെക്സ്റ്റ് ഇയറിൽ മറ്റേതെങ്കിലും ഓഫീസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്യണം. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഫെയിൽ സംഭവിക്കുക അല്ലെങ്കിൽ അത് സൂക്ഷിക്കുന്ന കാര്യങ്ങളിൽ അവരുടെ അശ്രദ്ധ ഉണ്ടാകുക, മനഃപൂർവ്വമായിട്ടുള്ള ഒരു നെഗ്ലിജൻസ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ അതും ഒഫൻസ് എന്ന് പറയുന്ന രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. അതിനും 2,000 റുപ്പീസ് വരെയുള്ള ഫൈൻ അവരിൽ നിന്നും ഈടാക്കാവുന്നതാണ്. ഇനി അത് തുടർച്ചയായിട്ട് വീണ്ടും ആവർത്തിക്കുകയാണ്, ഇങ്ങനെയുള്ള ഒഫൻസുകൾ ആവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓരോ ദിവസങ്ങൾക്കും ഫൈന് ഈടാക്കുന്നതാണ്. ഇങ്ങനെയുള്ള സേഫ് കസ്റ്റഡിയിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ അവർ വിൽഫുള്ളി നെഗ്ലിജൻസ് ചെയ്യുക അല്ലെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യുന്നതിൽ ഫെയിൽ ആവുക, അങ്ങനെയൊക്കെ വീണ്ടും ആവർത്തിച്ച് കഴിഞ്ഞാൽ ഫൈൻ എമൗണ്ട് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരു ഒഫൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇലക്ഷൻ ടൈമിൽ മറ്റുള്ള പാർട്ടികൾക്കെതിരെ, അതായത് ഒപ്പോസ് ചെയ്യുന്ന വ്യക്തികൾക്കെതിരെ എന്ത് ചെയ്യാണ്, ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഡിസ്റ്റർബൻസുകളോ ഇൻകൺവീനിയൻസുകളോ ഒക്കെ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതിനും സെക്ഷൻ 38 സബ്സെക്ഷൻ 1 പ്രകാരം എന്ത് ചെയ്യാം, കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു ഒഫൻസായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ക്രിയേറ്റ്സ് ദ ഡിസ്റ്റർബൻസ് ഇൻ ദ ഇലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു ഒഫൻസാണ് അയാൾ ചെയ്യുന്നത്. അതിനും പനിഷബിളാണ്, ഇംപ്രിസൺമെൻറ്റ് കിട്ടും, 6 months ഇംപ്രിസൺമെൻറ്റ് ഉണ്ടായിരിക്കും, ദെൻ ആ ഫൈനും ഉണ്ടായിരിക്കും. ഒന്നുകിൽ അത് രണ്ടും കൂടെ ആയിരിക്കും ഒരുമിച്ച് പനിഷ്മെൻറ്റ് കിട്ടുക. അപ്പോൾ ഇത്രയും ഒഫൻസുകൾ പറഞ്ഞു. ഒഫൻസുകളിൽ നമ്പർ 1 പറയുന്നത് ഓഫീസേഴ്സ്, എംപ്ലോയീസ്, മെമ്പേഴ്സ്, സൊസൈറ്റി ചെയ്യുന്നതാണ്.
മറ്റൊരെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയർ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു സാലറി ഡിഡക്ഷനിൽ എംപ്ലോയി മനഃപൂർവ്വം ഡിലേ വരുത്തുകയോ അല്ലെങ്കിൽ അത് ഫോൾട്ട് തിരിച്ചടക്കാതിരിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു ഒഫൻസാണ് പറയുന്നത്. മറ്റൊരു ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്സ് ഓഫ് അക്കൗണ്ട് റെക്കോർഡ്സുകളൊക്കെ കസ്റ്റഡിയിൽ വെക്കുക, സേഫ് കസ്റ്റഡിയിൽ വെക്കുകയോ അല്ലെങ്കിൽ അതിൽ പറയുന്ന സമയങ്ങളിൽ ഫർണിഷ് ചെയ്യാതിരിക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒഫൻസ്. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത് ഇലക്ഷൻ പ്രൊസീജിയറിൽ അയാൾ മനഃപൂർവ്വം ചെയ്യുന്ന പല ഒഫൻസുകളും. ഇപ്പം ഇത്രയും കേസുകളിലൊക്കെ ഒഫൻസുകൾ വന്നു കഴിഞ്ഞാൽ ആ ഒഫൻസുകൾക്ക് പെനാൽറ്റി കിട്ടുന്നതായിരിക്കും. ഒന്നുകിൽ അത് ഫൈൻ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ആ ഫൈൻ്റെ എമൗണ്ട് കൂട്ടിക്കൊണ്ടായിരിക്കും അതിൻ്റെ പെനാൽറ്റി ഡിക്ലെയർ ചെയ്യുന്നത്. ഈ ഇലക്ഷൻ പ്രൊസീജിയറിൽ ഉണ്ടാക്കുന്ന ഇൻകൺവീനിയൻസുകൾക്കെല്ലാം പെനാൽറ്റി എന്ന് പറഞ്ഞാൽ ഫൈൻ ഉണ്ടായിരിക്കും, അതേസമയം ഇംപ്രിസൺമെൻറ്റും ഉണ്ടായിരിക്കും. ലാസ്റ്റ് നമുക്ക് പറയുന്നത് 105 105 പ്രൊവിഷനിൽ പറയുന്നത് കോഗ്നിസൻസ് ഓഫ് ഒഫൻസ്. അതായത് ഈ പറയുന്ന ഒഫൻസുകളൊക്കെ ഇത് ഒഫൻസ് ആണെന്ന് ഡിക്ലെയർ ചെയ്യാനുള്ള ഒഫീഷ്യലായിട്ടുള്ള അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ആക്ട് പ്രകാരം നോ കോർട്ട് ഇൻഫീരിയർ ടു ദാറ്റ് ഓഫ് ദി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ഓർ എ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ദി ഫസ്റ്റ് ക്ലാസ് ഷാൽ ട്രൈ എനി ഒഫൻസ് അണ്ടർ ദിസ് ആക്ട്. അതായത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2000 പ്രകാരം ഒരു മജിസ്ട്രേറ്റ്, മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ താഴെ വരുന്ന ഒരു കോടതികൾക്കും ഇത്തരത്തിലുള്ള ഒഫൻസുകൾ ഡിക്ലെയർ ചെയ്യാൻ അധികാരമില്ല. അങ്ങനെയുള്ള കോർട്ടുകൾക്ക് അധികാരമില്ല. അതിനേക്കാൾ മുകളിൽ വരുന്ന അതോറിറ്റീസുകൾക്ക് മാത്രമാണ് ഈ ഒഫൻസുകൾ ഡിക്ലെയർ ചെയ്യാനുള്ള റൈറ്റുള്ളൂ. ഇത്രയാണ് നമുക്ക് ഈ 105 പ്രൊവിഷനോടുകൂടെ ചാപ്റ്റർ 14 പറയാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിൻറ്റ്സുകൾ ചാപ്റ്റർ 11 ആണ്, എക്സിക്യൂഷൻ ഓഫ് ഡിക്രി, ഓർഡേഴ്സ് ആൻഡ് ഡിസിഷൻ. ചാപ്റ്റർ 12 എന്ന് പറയുമ്പോൾ അപ്പീൽസ് ആൻഡ് റിവ്യൂ. ചാപ്റ്റർ 13 പറയുന്നത് reorganization of the state, that after the consequence of the reorganization of the state, the multi-state cooperative societies will become a multi-state cooperative society under the reorganization state. The next one is the chapter 14, offences and penalties, different types of offences done by the employee or officer or member, etc. Then the related with the penalties or punishment under this act is also specified in the chapter 14.